നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ വൻ മരം കൊള്ള. മുറിച്ചു കടത്തിയത് വിവിധ ഇനത്തിലെ 150ഓളം മരങ്ങൾ. ശാന്തൻപാറയ്ക്ക് സമീപം പോത്തൊട്ടിയിൽ ഏലമലക്കാട്ടിൽ നിന്നും നിയമം ലംഘിച്ച് മരങ്ങൾ മുറിച്ചു കടത്തി. വിവിധ ഇനത്തിൽപ്പെട്ട 150ലധികം മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തമിഴ്നാട് സ്വദേശികളായ എം ബൊമ്മയ്യൻ, അയ്യപ്പൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ശാന്തൻപാറ പോത്തോട്ടിയിലെ കാർഡം ഹിൽ റിസർവിൽപ്പെട്ട ഭൂമിയിൽ നിന്നും ഏലം പുനഃകൃഷിയുടെ മറവിലാണ് മരംകൊള്ള നടത്തിയത്. CHR ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതിയില്ല. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കാൻ പോലും വനം വകുപ്പിന്റെ അനുമതി വേണം. ഇത് ലംഘിച്ചാണ് ചേല, പൂമരം, ചൗക്ക, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റിയത്. കലാമണ്ഡലം സത്യഭാമയ്ക്ക് തിരിച്ചടി. അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കി. നർത്തകരായ RLV രാമകൃഷ്ണൻ, പത്തനംതിട്ട സ്വദേശി U ഉല്ലാസ് എന്നിവർക്കെതിരെ നൃത്താധ്യാപിക സത്യഭാമ നൽകിയ അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കി. സത്യഭാമയുടെ പരാതിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് എടുത്ത കേസിലെ തുടർ നടപടികളാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് റദ്ദാക്കിയത്. രാമകൃഷ്ണന്റെയും ഉല്ലാസിന്റെയും ഹർജി അനുവദിച്ചാണ് നടപടി. പക തീവെപ്പിലേക്ക്. ക്രിസ്റ്റഫറിന്റെ നില അതീവ ഗുരുതരം. വടുതലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ക്രിസ്റ്റഫറിന്റെ നില അതീവ ഗുരുതരം. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫർ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സാരമായി പൊള്ളലേറ്റ ഭാര്യ മേരിയും ചികിത്സയിൽ തുടരുകയാണ്. ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത അയൽവാസി വില്യംസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ക്രിസ്റ്റഫറും വില്യംസും തമ്മിൽ ദീർഘകാലമായി തർക്കം നിലനിന്നിരുന്നു. ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് വില്യം മാലിന്യം എറിയുന്നതും തർക്കം രൂക്ഷമാക്കി. പിന്നാലെ ക്രിസ്റ്റഫർ ക്യാമറ സ്ഥാപിച്ചതും പോലീസിൽ പരാതിപ്പെട്ടതും വില്യംസിന്റെ പക ഇരട്ടിക്കുന്നതിന് ഇടയാക്കിയെന്നാണ് വിവരം. കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണം. വാഹനത്തിന് മുന്നിൽ ചാടി വീഴുന്ന പ്രതിഷേധത്തെ വിമർശിച്ച മന്ത്രി. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കടിച്ച് മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധ രീതിയെ വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത്. മരണവീട്ടിൽ പോകുമ്പോൾ ഒളിച്ചിരുന്ന മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി വീണ് കരിങ്കൊടി കാണിക്കുന്നത് മറ്റൊരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. ഇന്ത്യ മുന്നണി യോഗം ഇന്ന്. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇടഞ്ഞു തന്നെ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നയസമീപന ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് യോഗം. യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വിട്ടുനിൽക്കും. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വിശദീകരണം. തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടിയുടെ വാർഷിക ചടങ്ങുകൾ ചൂണ്ടിക്കാട്ടിയാണ്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം.